ഇത് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിൽ നിർമ്മിക്കപ്പെട്ട ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൈലാസനാഥ ക്ഷേത്രത്തിലെ ഞെട്ടിക്കുന്ന നിഗൂഢതകൾ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ല് മുറിച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് കൈലാസനാഥ ക്ഷേത്രം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അത്ഭുതമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഒരു വലിയ മലയെ മുകളിൽ നിന്നും താഴേക്ക് കൊത്തിക്കേറി നിർമ്മിച്ച ഒരു കൂറ്റൻ ക്ഷേത്രം, അതും 1200 വർഷങ്ങൾക്ക് മുൻപ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക മെഷീനുകൾ കൊണ്ടുവന്നാൽ പോലും ഇങ്ങനെയൊന്നും നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് ശാസ്ത്രലോകം പറയുന്നു. അതാണ് മഹാരാഷ്ട്രയിലെ എല്ലോറയിലുള്ള കൈലാസനാഥ ക്ഷേത്രം. ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിലെ അവിശ്വസനീയമായ രഹസ്യങ്ങൾ. നിർമ്മാണ രീതിയിലുള്ള അത്ഭുതം കൈലാസ എന്ന അറിയപ്പെടുന്നു. ഒരൊറ്റപ്പാറയിൽ നിന്ന് കൊത്തിയെടുത്ത ക്ഷേത്രമാണിത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കൈലാസനാഥ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ക്ഷേത്രത്തിന്റെ വലുപ്പവും വാസ്തുവിദ്യയും ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കൈലാസനാഥ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. ക്ഷേത്രത്തിന്റെ വലിപ്പവും വാസ്തുവിദ്യയും ശില്പകലയും അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഏകദേശം 10 നില കെട്ടിടത്തിന്റെ ഉയരവും 47 മീറ്റർ വീതിയിൽ പിരമിഡ് മാതൃകയിൽ 3 നിലകളായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഒരു കൂറ്റൻ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പാറകൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതായത് ഒരു ശില്പി ഒരു ചെറിയ കല്ലിൽ ശില്പം കൊത്തിയെടുക്കുന്ന ഭാവത്തോടെ ഒരു വലിയ മലയെ കൊത്തി ക്ഷേത്രമാക്കി മാറ്റി. ഏകദേശം 4 ലക്ഷം ടൺ ഭാരമുള്ള കരിങ്കല്ലാണ് ഇവിടെ നിന്നും വെട്ടി മാറ്റിയെടുത്തത്. ഇന്നത്തെ JCBകളോ ഹിറ്റാച്ചികളോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വെറും ഉളിയും ചുറ്റികയും കൊണ്ട് ഇത്രയും വലിയൊരു മലയെ എങ്ങനെ മാറ്റിയെടുത്തു എന്നത് ഇന്നും എഞ്ചിനീയർമാരെ പോലും കുഴക്കുന്ന ചോദ്യമാണ്. കാണാതായ 4 ലക്ഷം ടൺ കല്ലുകൾ ഇന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ അത്ഭുതം. മലയിൽ നിന്ന് വെട്ടിമാറ്റിയ ആ 4 ലക്ഷം ടൺ പാറക്കല്ലുകൾ എവിടെ പോയി? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിലോമീറ്ററുകളോളം സ്ഥലത്തും ഇതിന്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ വലിയ മലയുടെ അവശിഷ്ടങ്ങൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? അതോ അവ അപ്രത്യക്ഷിതമായതാണോ? ചരിത്രകാരന്മാർക്ക് ഇന്നും കൃത്യമായ മറുപടിയില്ല. എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്ന 34 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൈലാസനാഥ ക്ഷേത്രം. 16ാമത്തെ ഗുഹയാണിത്. 8ാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമനാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത്. AD 756 AD 773 പല്ലവ ചാലൂക്യ ശൈലികളുടെ അടയാളങ്ങൾ ക്ഷേത്ര വാസ്തുവിദ്യയിൽ കാണാം. കൈലാസനാഥ ക്ഷേത്രത്തിൽ സമർപ്പിത ലിഖിതങ്ങളൊന്നുമില്ല. പക്ഷേ നിർമ്മാണത്തിനായി ആൾക്കാരെ നിയോഗിച്ചത് ഒരു രാഷ്ട്രകൂട ഭരണാധികാരിയാണെന്നത് സംശയമില്ല. ക്ഷേത്രത്തെ കൃഷ്ണരാജൻ എന്നതുമായി ബന്ധിപ്പിക്കുന്ന 2 എപ്പിഗ്രാഫുകളെ അടിസ്ഥാനമാക്കി രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ AD 756 773 ആണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ 1682 ഒരു സംഭവം അറിയണം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് ഈ ക്ഷേത്രം തകർക്കാൻ ഉത്തരവിട്ടു. ആയിരക്കണക്കിന് സൈനികർ 3 വർഷം കഠിനമായി ശ്രമിച്ചു. അവർക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് ഏതാനും ശില്പങ്ങളുടെ മുഖം അല്പം വികൃതമാക്കാൻ മാത്രമാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്കായില്ല. അവസാനം ഈ കരിങ്കൽ കോട്ടയ്ക്ക് മുന്നിൽ തോൽവി സമ്മതിച്ച് ഔറംഗസീബിന് പിന്മാറേണ്ടി വന്നു. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ 100 കണക്കിന് ആനകളുടെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. ഈ ആനകൾ ക്ഷേത്രത്തെ ചുമലിലേറ്റുന്ന രീതിയിലാണ് ഡിസൈൻ. ക്ഷേത്രത്തിനുള്ളിലെ ഡ്രെയിനേജ് സിസ്റ്റം, മഴവെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം, രഹസ്യ തുരങ്കങ്ങൾ എന്നിവ കാണുമ്പോൾ ഇത് പണ്ട് കാലത്തെ മനുഷ്യർക്ക് നിർമ്മിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് തോന്നിപ്പോകും. പല വിദേശ ഗവേഷകരും പറയുന്നത് ഇതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളുടെയോ അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ഏതെങ്കിലും അത്ഭുത സാങ്കേതിക വിദ്യയുടെയോ സഹായം ഉണ്ടാകാം എന്നാണ്. നമ്മുടെ പൂർവികരുടെ അറിവും കഴിവും എത്രത്തോളം വലുതായിരുന്നു എന്നതിന്റെ തെളിവാണ് കൈലാസനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലോറ ഗുഹകളിലെ 16ാം നമ്പർ ഗുഹയാണിത്. ഇത് ഭാരതീയ ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തെ ഭൂമിയിൽ പുനരാവിഷ്കരിക്കുക എന്നതായിരുന്നു ഇതിന്റെ ശില്പികളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതിന് കൈലാസനാഥ ക്ഷേത്രം എന്ന പേര് വന്നത്. ഇതിന്റെ പ്രധാന ഗോപുരം കൈലാസ പർവ്വതം പോലെ വെളുത്ത നിറത്തിൽ ചുണ്ണാമ്പ് പൂശി തിളങ്ങിയിരുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ പുരാണ കഥകൾ മനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് രാവണൻ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്ന ശില്പം. ഇത് ഏറെ കലാപരമായ മൂല്യമുള്ള ഒന്നാണ്. രാവണ അനുഗ്രഹമൂർത്തി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ശില്പമാണിത്. രാവണൻ തന്റെ 20 കൈകൾ കൊണ്ട് കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്നതും ഭയന്നുപോയ പാർവതി ദേവിയെ ആശ്വസിപ്പിക്കാൻ ശിവഭഗവാൻ തന്റെ കാൽവിരൽ കൊണ്ട് പർവ്വതത്തെ അമർത്തുന്നതും ഇതിൽ അതിമനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട്. രാവണന്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന ഈ ദൃശ്യം ശില്പകലയിലെ ഒരു അത്ഭുതമാണ്. ഗജലക്ഷ്മി ശില്പം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ താമരപ്പൂവിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ശില്പം കാണാം. ആനകൾ ദേവിയുടെ മേൽ തീർത്ഥ അഭിഷേകം ചെയ്യുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഐശ്വര്യത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു.
രാമായണ മഹാഭാരത പാനലുകൾ. ക്ഷേത്രത്തിന്റെ വശങ്ങളിലായി രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പ്രധാന സംഭവങ്ങൾ വരിവരിയായി കൊത്തിവെച്ചിട്ടുണ്ട്. രാമായണം രാമന്റെ വനവാസം മുതൽ ലങ്കാദഹനം വരെയുള്ള കഥകൾ, മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധത്തിലെ പ്രധാന രംഗങ്ങൾ. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും കൃത്യതയോടെ കഥകൾ കൊത്തിവെച്ചിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്നതാണ്. കൂറ്റൻ ആനകൾ. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പ്രകൃതിദത്തമായ വലുപ്പത്തിൽ കുത്തിയെടുത്ത വലിയ ആനകളുടെ ശില്പങ്ങൾ കാണാം. ഇവ ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്ന പ്രതീതിയാണ് നൽകുന്നത്. നിർഭാഗ്യവശാൽ പണ്ട് നടന്ന അധിനിവേശങ്ങളിൽ പല ആനകളുടെയും തുമ്പക്കൈകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. വിജയസ്തംഭങ്ങൾ. ക്ഷേത്രത്തിന് മുന്നിൽ ഏകദേശം 45 അടി ഉയരമുള്ള 2 വലിയ സ്തംഭങ്ങളുണ്ട്. ഇവയും ഒരൊറ്റ പാറയിൽ നിന്ന് തന്നെ കുത്തിയെടുത്തതാണ് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവിടെ സന്ദർശിക്കുന്നതിനായി സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സമയം രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ്. ചൊവ്വാഴ്ചകളിൽ എല്ലോറ ഗുഹകൾക്ക് അവധിയായിരിക്കും. ടിക്കറ്റ് ഓൺലൈൻ വഴിയോ അവിടെ നേരിട്ടോ എടുക്കാം. ഏറ്റവും നല്ല സമയം നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യം.